നിർണായകമായ മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം തുടങ്ങും. അതിൽ എന്തൊക്കെ തീരുമാനങ്ങൾ സർക്കാർ എടുക്കും എന്നതിലേക്കാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. 5 ഗ്യാരണ്ടികളാണ്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ രാഹുൽ ഗാന്ധി ഈ പുതുയുഗയാത്രയുടെ സമാപന വേദിയിൽ പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയുണ്ട്, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്, യുവാക്കൾക്കും പെൺകുട്ടികൾക്കുമൊക്കെയുള്ള പദ്ധതികളുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള 5 പ്രഖ്യാപനങ്ങൾ, വയോജനങ്ങൾക്കുള്ള പ്രഖ്യാപനം, ഇതെല്ലാം ഈ ആദ്യ മന്ത്രിസഭയിൽ തന്നെ അവർ പരിഗണിക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര അത് മെയ് 15 നടപ്പിലാക്കുമെന്നായിരുന്നു പ്രചാരണ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. അതുകൊണ്ട് 15-ാം തീയതി തന്നെ BJPയുടെ ഒരു പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതുമാണ്. എത്രത്തോളം അത് നടപ്പിലാക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളുണ്ട്. KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം നോക്കിയപ്പോൾ ഏതാണ്ട് 70% സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഈ 70% ആളുകളുടെയും ചാർജ് ഈടാക്കാതെ KSRTC അത് പ്രവർത്തിക്കുമ്പോൾ അത് എത്രത്തോളം KSRTCയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമോ ഇല്ലയോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് തന്നെയാണ് എല്ലാവരും വിമർശനമായി ഉയർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ തന്നെ KSRTC നഷ്ടത്തിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ സൗജന്യ യാത്ര കൂടി സ്ത്രീകൾക്ക് നൽകുമ്പോൾ ഏത് രീതിയിലായിരിക്കും KSRTCയുടെ ഭാവി എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതേ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏത് രീതിയിലായിരിക്കും ഈ പറഞ്ഞ ഗ്യാരണ്ടികളെല്ലാം തന്നെ, മുന്നോട്ട് വെച്ച പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ UDF സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം PC വിഷ്ണുനാഥ് എത്തിയിരിക്കുന്നു യോഗത്തിനായി. ഇനിയിപ്പോൾ തുളസി ടീച്ചർ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ പുറത്തുനിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടതാണ്. യോഗം നടക്കുന്ന മുറിയിലേക്ക് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ജനീഷ് എത്തിയിട്ടില്ല. 2 മന്ത്രിമാർ കൂടി എത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗം അവിടെ ആരംഭിക്കുന്നതായിരിക്കും. അതിനുശേഷമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം കാത്തിരിക്കുന്നുണ്ട്. ആർക്കൊക്കെ ഏതൊക്കെ മന്ത്രി വകുപ്പുകൾ ലഭിക്കുമെന്ന കാര്യം. ചില തീരുമാനങ്ങളിൽ മാറ്റം അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. വനം വകുപ്പ് RSPക്ക് നൽകുന്ന അടക്കമുള്ള തീരുമാനമുണ്ടായിരുന്നു. നേരത്തെ T സിദ്ദിഖിന് പറഞ്ഞു കേട്ട വകുപ്പായിരുന്നു. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. ഈ രീതിയിൽ വകുപ്പ് വിഭജനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, ഏതൊക്കെ മന്ത്രിമാർ ഏതൊക്കെ വകുപ്പ് അത് ചുമതലയേൽക്കും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. തുളസി മന്ത്രി അവർ കൂടി എത്തിയിരിക്കുകയാണ്. ഇനി ജനീഷ് കൂടി എത്തിയാൽ ഈ മന്ത്രിസഭ ഫുൾ കോറം അവിടെ തികയുകയാണ്. അതിനുശേഷം അവസാന ദൃശ്യം പകർത്തി മാധ്യമങ്ങളോട് പുറത്തു കടക്കാൻ പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം മന്ത്രിസഭാ യോഗം തുടങ്ങുകയാണെന്ന്. ആരംഭിച്ചു എന്നുള്ളതിൽ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വകുപ്പുകളെ കുറിച്ച് പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഈ ടേം വ്യവസ്ഥയിൽ ആരൊക്കെയായിരിക്കും ഇനിയിപ്പോൾ 2.5 വർഷം കഴിഞ്ഞാൽ പുറത്തു പോകേണ്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെ മന്ത്രിമാരാകും എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇന്നൊരു തീരുമാനം പറയുമായിരിക്കും അല്ലേ? കാരണം ലീഗിൽ ഉൾപ്പെടെ 6 മന്ത്രിമാരുണ്ടാകും. 2.5 വർഷത്തിന് ശേഷം മറ്റൊരു മന്ത്രിസഭയിലേക്ക് വരും എന്നുള്ള സൂചനകളൊക്കെ ലഭ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഔദ്യോഗിക തീരുമാനം, ഒരു വ്യക്തത, ഒരു കൃത്യത വരേണ്ടതുണ്ട്. അതൊക്കെ ഇന്നത്തെ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. VD സതീശൻ സർക്കാർ അനൂപ് ജേക്കബ് അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹം വരുന്നതേ ഉള്ളൂ, താഴെ ഇരിക്കുകയാണ്. അപ്പോൾ അല്പസമയത്തിനകം അദ്ദേഹം കൂടി എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ 2 പേർ കൂടി ഇനി അവിടെ യോഗത്തിലേക്ക് എത്തേണ്ടതുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ജനീഷ് യോഗം നടക്കുന്ന മുറിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അനൂപ് ജേക്കബ് കൂടി വന്നാൽ യോഗം ആരംഭിക്കുമെന്നാണ് തോന്നുന്നത്. വളരെ വേഗത്തിൽ തന്നെ എത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്. പ്രേക്ഷകർ കാണുന്നത് VD സതീശൻ സർക്കാരിന്റെ മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് മുൻപുള്ള ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം തന്നെ നിർണായകമായ മന്ത്രിസഭാ യോഗം ആരംഭിക്കും. എന്തൊക്കെ തീരുമാനങ്ങൾ ഈ യോഗത്തിൽ എടുക്കും എന്നതാണ് ആകാംക്ഷയോടെ കേരളം ഉറ്റുനോക്കുന്നത്. ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. അതുണ്ടാകുമോ? ഏതൊക്കെ രീതിയിലുള്ള തീരുമാനങ്ങളിലേക്ക് സർക്കാർ പോകുമെന്നാണ്. ഈ സർക്കാർ ഒരാഴ്ച മുൻപാണ് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചത്. അന്ന് നിയുക്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശന്റെ ആദ്യ പ്രതികരണവും ലഭിച്ചിരുന്നു. ആഘാതം ജനങ്ങളുടെ മേൽ ഏൽക്കാതിരിക്കാൻ കഴിയാവുന്നത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കുന്നു എന്നാണ്. അദ്ദേഹം ധനവകുപ്പ് സെക്രട്ടറിയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു ആ വിഷയത്തിൽ. അതിലും ഒരു പ്രഖ്യാപനം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സെസ്സിൽ ചില വ്യത്യാസങ്ങൾ, ചില കുറവ് വരുത്താൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഇതടക്കം ഇന്ദിരാ ഗ്യാരണ്ടിയിലടക്കം എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ, എന്തൊക്കെ തീരുമാനങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.
അതുപോലെ തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം UDF മന്ത്രിമാരുടെ പ്രതികരണം കൂടി വരുന്നുണ്ട്. ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഓരോ സമയത്തായി അത് കാണിക്കുന്നുണ്ട്, പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. സ്പീക്കറായതിൽ സന്തോഷമെന്നാണ് തിരുവഞ്ചൂർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. തനിക്ക് നൽകിയിട്ടുള്ള ചുമതല കൃത്യമായി നിർവഹിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടതാണ് KPCC പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫിന്റെ പ്രതികരണം നമ്മൾ കണ്ടു, PC വിഷ്ണുനാഥിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. അങ്ങനെ ഓരോ മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമോ അത് ആ ഒരു കാര്യവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എല്ലാ മന്ത്രിമാരും ഇപ്പോഴത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പറയുന്നത്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ VD സതീശൻ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ആരംഭിക്കും. ചില തോന്നുന്നു അനൂപ് ജേക്കബ് കൂടി മാത്രമാണ് ഇനിയിപ്പോൾ യോഗത്തിനായി ഹാളിലേക്ക് എത്താനുള്ളത് എന്നാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒട്ടുമിക്ക പേരും 14 പുതുമുഖങ്ങളാണ് ഇത്തവണത്തെ മന്ത്രിസഭയിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പുതുമയുള്ള കാര്യങ്ങൾ കൂടിയാണ് അവരിപ്പോൾ ആ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. എന്തൊക്കെ പ്രധാനപ്പെട്ട ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. യോഗത്തിന് ശേഷം കൃത്യമായൊരു മറുപടി അല്ലെങ്കിൽ കൃത്യമായൊരു വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ, മാധ്യമങ്ങളെ കാണുമോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. നിർണായകമായ മന്ത്രിസഭാ യോഗം അവിടെ ആരംഭിക്കുകയാണ്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ അടക്കം മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ടീം UDFന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ഏറെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം, ആശമാരുടെ വേതന വർധനവടക്കം എന്തൊക്കെ സുപ്രധാനമായ ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകാംക്ഷ, കൗതുകം. മന്ത്രിസഭാ യോഗത്തിനായുള്ള കാത്തിരിപ്പിലാണ്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ലോക്ഭവനിൽ ഗവർണർ ഒരുക്കിയ ചായ വിരുന്നിലും പങ്കെടുത്ത ശേഷമാണ് ഇപ്പോൾ മന്ത്രിമാർ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്. സമ്പൂർണ്ണ ക്യാബിനറ്റ് അധികാരമേറ്റതിന് പിന്നാലെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ആ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ നടക്കുകയാണ്. ഇതിൽ എന്തൊക്കെ തീരുമാനമുണ്ടാകുമെന്നുള്ളത് ഏറെ ആകാംക്ഷയോടെ, ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക കൂടി ചെയ്യുന്നു കേരളം. ആദ്യ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് മന്ത്രിസഭാ യോഗത്തിന് തൊട്ട് മുൻപൊക്കെയുള്ള ദൃശ്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം സുപ്രധാനമായ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അത് നിറവേറ്റപ്പെടുമോ എന്നുള്ളതാണ് അറിയാൻ കാത്തിരിക്കുന്നത്. ആ രീതിയിൽ കൂടി ആദ്യ മന്ത്രിസഭാ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ കാണും. അത് നോർത്ത് ബ്ലോക്കിലെ ആകും അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ എത്തുന്നത്. നോർത്ത് മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണും എന്നതാണ്. അങ്ങനെയെങ്കിൽ ആ വാർത്താ സമ്മേളനത്തിൽ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിന് തൊട്ടു മുൻപായുള്ള മന്ത്രിസഭാ യോഗം, ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്നു. വലിയ ആവേശം നിറഞ്ഞ വിജയം, 102 സീറ്റിന്റെ വിജയത്തിന് ശേഷമുള്ള UDF സർക്കാരിന്റെ ചുമതലയേൽക്കൽ, അതിനുശേഷം ആദ്യ മന്ത്രിസഭാ യോഗം ഇപ്പോൾ നടക്കുന്നു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുണ്ട്. മുഖ്യമന്ത്രി, ഒപ്പം മുതിർന്ന അംഗങ്ങളായ PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ആദ്യ യോഗം ചേരുകയാണ് മന്ത്രിസഭയുടെ. ഇതിൽ ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതിൽ ആശാ വർക്കർമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിവാദ്യമർപ്പിക്കാൻ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു, ആശംസ നേർന്നെത്തിയിരുന്നു. അപ്പോഴും അവർ പറഞ്ഞൊരു കാര്യം, തങ്ങൾ പ്രതീക്ഷയിലാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു ആദ്യ മന്ത്രിസഭാ യോഗത്തെ എന്നാണ്. അപ്പോൾ അവരുടെ പ്രതീക്ഷ നിറവേറ്റപ്പെടുമോ? നമ്മൾ കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും അല്പസമയത്തിനകം. സുപ്രധാന തീരുമാനങ്ങൾ ആദ്യ ക്യാബിനറ്റിൽ കൈക്കൊള്ളുമോ എന്നതറിയാൻ അല്പം മുൻപായിരുന്നു ഗവർണറുടെ ലോക് ഭവനിലുള്ള ചായ സൽക്കാരം. ആ ചായ സൽക്കാരത്തിന് ശേഷമാണ് ഇപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.